ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കറപ്ഷൻ നടത്തുക എന്നുള്ള ഗവൺമെൻറ് നയമാണോ? അല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഴിമതിയെ നമുക്ക് എതിർക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആർക്കാവും നിനക്കല്ലാതെ ആർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ സംഗീതത്തിൻ അത്തറിൽ കുളിപ്പിക്കാൻ. എൻ്റെ രക്ഷകനെന്ന് പറയുന്നത് കവിതയാണ്. ആ കവിതയില്ലായിരുന്നുവെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭു ആയിട്ട് ഈ അധികാരത്തിൻ്റെ പങ്ക് പറ്റി സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. സംതിങ് ഈസ് ലോങ്ങിങ് ഫോർ സംതിങ് എൽസ്. നമ്മുടെ ഉള്ളിലെ എന്തോ മറ്റെന്തിനോ വേണ്ടി ലോങ് ചെയ്യുന്നുണ്ട് ഇരിക്കില്ലേ, അത് ഫുൾഫിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏത് ജീവിതത്തിൻ്റെയും സന്തോഷകരമായിട്ടുള്ള ഒരു നിയോഗം എന്ന് പറയുന്നത്. സ്വപ്നം കാണാനും സ്റ്റുപ്പിഡെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, പ്രായോഗിക തലത്തിൽ സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് എനിക്കൊരു ഫ്രീഡം തന്നത് ഈ മാണിക്യകലിലാണ്. ഈ പ്രായോഗികമല്ലാത്ത ആശയങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം, നമുക്ക് കാലം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. കവിതയും കലയും ഒക്കെ സംഘർഷത്തിൽ നിന്നല്ലേ വരുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ സംഘർഷം എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നാം. മലയാളത്തിലെ ഈ ബുദ്ധിജീവി നിരൂപകർ ഒക്കെ ഇതേ അഭിപ്രായം ആർജിച്ചിട്ട് ഇയാൾക്കൊരു സംഘർഷവും ഇല്ല എന്നും ഇതൊക്കെ കപട സംഘർഷമാണ് എന്നും അതുകൊണ്ട് ജയകുമാറിൻ്റെ കവിതയൊന്നും കാര്യമുള്ളതല്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വിഭാഗം നിരൂപകർ ഇപ്പോഴും മലയാളത്തിലുണ്ട്. നമസ്കാരം. ദ രാധിക ടോക്ക് ഷോ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ ജയകുമാർ സാറ് മുമ്പിലിരിക്കുമ്പോൾ ഒരുപാട് പൊൻതൂവലുകൾ അണിഞ്ഞ ഒരു കിരീടം വെച്ചൊരു വ്യക്തിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ റൈറ്റർ, ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഓഫീസേഴ്സ് ഇൻ സർവീസ് ദാറ്റ് വി ഹാവ് സീൻ. അപ്പോൾ സാറിന് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള പൊൻതൂവൽ ഏതായിരിക്കും? ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ജന്മത്തെപ്പറ്റി നമുക്ക് എന്ത് സ്പെക്യുലേറ്റ് ചെയ്യാമല്ലോ, കാരണം നമുക്ക് കോൺക്രീറ്റ് എവിഡൻസ് ഒന്നുമില്ല. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആരായിരിക്കും എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു IAS ജീവിതമൊക്കെ മതി, ഇനഫ് ഈസ് ഇനഫ്, ഐ എം ഹാപ്പി. പിന്നെ എനിക്ക് എന്തായിട്ടാണ് ഇനിയും എനിക്ക് എന്താണ് വയലാർ പറഞ്ഞതുപോലെ ഇനിയൊരു ജന്മം കൂടി ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്തായിട്ട് ആണ് ജനിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, കുറച്ച് ഈ ജന്മത്തിൽ ഞാൻ നേടിയതും ബാക്കി എനിക്ക് നേടാൻ സാധിക്കാത്തതും കൂടെ ചേർത്ത ഒരു ജന്മമായിരിക്കണം അടുത്തത്. ദൈവത്തിനോടുള്ള നമ്മുടെ കരാറാണ് കേട്ടോ. അങ്ങനെ വേണം തരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചോ. ഒന്ന് കവിയായിരിക്കണം, പക്ഷെ കവി മാത്രം കൊണ്ട് പോരാ, ഒരു ഗായകനും കൂടി ആയിരിക്കണം. ആ രണ്ടാമത്തെ സംഗതി, എനിക്ക് ഈ ജന്മത്തിൽ നിങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ ആരാധനയോടുകൂടി എന്ന് നന്നായിട്ട് പാടി, നമ്മുടെ ഉള്ളിൽ പാട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, നമ്മുടെ എന്താണ് ഗളത്തിലൂടെ വരുന്നില്ലല്ലോ. അല്ല, അപ്പോൾ ഇങ്ങനെ ഒരു ഗായക കവിയായി ഒരു 50 വർഷത്തിന് ശേഷം ഇവിടെ ഒരാളുണ്ടാവുമെങ്കിൽ അത് ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗായക കവിയായി പുനർജനിക്കണമെന്നും അത് കേരളത്തിൽ തന്നെ ജനിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ. കാരണം കേരളത്തെ അത്രയും സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ കേട്ടോ. ഞാൻ ഇന്ത്യയിലൊക്കെ പല ഭാഗത്തും പോകുമ്പോഴും ലോകത്ത് പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഈ കേരളം പോലെ ഒരു എന്താ പറയേണ്ടത്, ഒരു എസ്തെറ്റിക്കലി കെയോട്ടിക് ആയിട്ടുള്ളൊരു സ്ഥലം, എസ്തെറ്റിക്കുമാണ് കെയോട്ടിക്കുമാണ്. നമുക്ക് മാത്രമേ ഇതിൻ്റെ ഒരു കെയോസിൽ നിന്ന് ഒരു ഹാർമണി ഉണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഈ കേരളത്തിൽ ജനിക്കണം, കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കേരളത്തിലെ മനുഷ്യരുടെ സ്വഭാവം, ഈ നമ്മൾ ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഈ സ്വഭാവം, ഈ സംസ്കാരം, വായനയോടും അക്ഷരത്തിനോടുമുള്ള നമ്മുടെ കൂറ്, പിന്നെ ഏത് കാര്യത്തിനെയും നമ്മൾ യുദ്ധം ചെയ്ത് അങ്ങ് അറ്റം വരെ എത്തിക്കും. അതൊക്കെ മനുഷ്യൻ ജീവിക്കുമ്പോൾ വളരെ ആർജവത്തോടു കൂടി ജീവിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ പറ്റിയൊക്കെ കുറ്റം പറയും, കൊച്ചു കാര്യങ്ങളെടുത്ത് പർവ്വതികയും അതൊരു രസം. അല്ല, ഇതൊന്നും കണ്ടില്ലാതെ പ്രതികരണശേഷി ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഇത്തിരി അതിപ്രതികരണശേഷിയല്ലേ നല്ലത് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കേരളത്തിൽ അന്ന് പിന്നെ കുറച്ചുകൂടെയൊക്കെ ഈ പ്രതികരണശേഷിയൊക്കെ ഒന്ന് മെച്യൂറായിട്ടുണ്ടാവും. കാരണം ഇതിപ്പോൾ ഈ പുതിയ ടൂൾ ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ, IT ടൂൾ ഇങ്ങോട്ട് കിട്ടിയതിൻ്റെയും സാമൂഹ്യ മാധ്യമം ഇങ്ങോട്ട് കിട്ടിയതിൻ്റെയും, ഇനിയിപ്പോൾ AI ഒക്കെ ഉണ്ട്. ഈ ഏത് കുട്ടിക്കും കളിപ്പാട്ടം കിട്ടിയതിനെ കുറച്ച് ദിവസം ഭയങ്കര കളിയായിരിക്കും അത് വെച്ചിട്ട്.
ഒരു 2-3 മാസം കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ ഈ ടെക്നോളജി വെച്ച് കളിക്കുന്നത് മുഴുവൻ കളി കോപ്പെടുത്ത ചെറു പൈതൽ പോലെയും എന്ന് ആശാൻ പറഞ്ഞതുപോലെ കിട്ടിയ ഒരു ടോയ് വെച്ച് കളിയോട് കളിയാണ്. ഇത്തിരി കഴിയുമ്പോൾ മടുക്കും. അപ്പോൾ ഞാൻ ഗായക കവിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ റെസ്പോൺസിബിൾ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൂടെ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. പ്രതീക്ഷയാണ്. അതും ഇനി പുതിയ ടെക്നോളജി വന്ന് ഇതിനേക്കാൾ മോശമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പ്രതീക്ഷ വളരെ അങ്ങനെ നല്ല ഒരു കേരളത്തിൽ ഒരു ഗായക കവിയായി ഇവിടെ കൂടെ പാടി കവിത എഴുതി ഒക്കെ നടക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശിച്ചു. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയധികം മേഖലകളിൽ നിന്ന് സാറ് തിരഞ്ഞെടുത്തത് ഒരു ഗായകനാവാനും കവി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാത്ത ഗായക സൗന്ദര്യം കൂടി എനിക്ക് അടുത്ത ജന്മത്തിൽ വേണം. ബാക്കിയൊക്കെ വേണമെങ്കിൽ എടുത്തോ. ഒരു കവിയാണെങ്കിൽ ബെറ്ററായിട്ട് ഒരു ഗാനത്തെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കവിത്വമില്ലാത്ത ഗാനം കൊണ്ട് ഗാനങ്ങൾ നമ്മൾ ഓർക്കുന്നില്ലല്ലോ. ഇപ്പോൾ പുതിയ പാട്ടുകളൊക്കെ പലതും നല്ല ആളുകളൊക്കെയാണ് എഴുതുന്നത്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി അവരോട് പറയുന്നത് ഇതിനകത്ത് സാഹിത്യം തീരെ വേണ്ട. എന്നോട് തന്നെ എത്ര പേര് പറഞ്ഞിട്ട് സാറിൻ്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ നമ്മുടെ പടത്തിൽ സാഹിത്യം തീരെ വേണ്ട, അത് നിഷിദ്ധം. അങ്ങനെ സാഹിത്യ ഭംഗിയില്ലാത്ത എന്ന് പറഞ്ഞാൽ കവിത്വമില്ലാത്ത വരികൾ നമ്മുടെ മനസ്സ് ഓർത്തു വയ്ക്കില്ല. നമ്മളിപ്പോൾ വെറുതെ ഇരുന്നൊരു പാട്ട് മൂളാൻ പറഞ്ഞാൽ കവിത്വമുള്ളത് കൊണ്ടും സംഗീതമുള്ളത് കൊണ്ടും അത് തങ്ങളിലുള്ള ഇണക്കവും കൊണ്ടാണ് ആ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ പരാഗം പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നോട് ചുമ്മാ സാറ് പെട്ടെന്നൊരു പാട്ട് പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പാടാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നിരിക്കും. പല പാട്ടുകൾ പലപ്പോഴും പല മൂഡിൽ പലത് വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബാബുരാജിൻ്റെ മ്യൂസിക്കിലുള്ള വയലാറിൻ്റെ ഒരു പാട്ട് അത്ര പ്രസിദ്ധമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ്. വെറുതെ ഇരുന്നൊരു പാട്ട് മൂളാൻ പറഞ്ഞാൽ ഞാൻ മൂളും. അസ്തമന കടലിനകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആര് ദൂതിനയച്ചു, നിങ്ങളെ ആര് ദൂതിനയച്ചു എന്നൊരു പാട്ടുണ്ട്. പുതിയ കുട്ടികൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് കേൾക്കണം. യൂട്യൂബിൽ ഗംഭീരമായിട്ട് യേശുദാസും ജാനകി കൂടെ പാടിയിട്ടുണ്ട്. പോരെങ്കിൽ ബാബുരാജ് തന്നെ സ്വന്തം ശബ്ദത്തിൽ അത് പാടിയിട്ടുണ്ട്. ബാബുരാജ് പാടി കേൾക്കുമ്പോൾ ബാബുരാജിനെ അറിഞ്ഞുകൂടാത്തവർക്കൊന്നും ഇദ്ദേഹം തോന്നുന്നൊരു അദ്ദേഹത്തിൻ്റെ സ്വരത്തിനൊരു നിയന്ത്രണമില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ബാബുരാജ് പാടുമ്പോഴുള്ള ആ പാട്ടിൻ്റെ ഭാവം എവിടെ? എത്ര വലിയ ഗായകൻ വന്ന് പാടിയാലും അത് വിരലുകൾക്കിടയിലൂടെ ആ ഭാവം പോകും. എൻ്റെ അച്ഛൻ സിനിമയിലായിരുന്നു ഇത്രയോ കാലം. മലയാളത്തിൽ തന്നെ 90-98 പടങ്ങളെടുത്തു അദ്ദേഹം. അപ്പോൾ അച്ഛൻ ഈ പാട്ട് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പറയും ബെസ്റ്റ് ഒരു പാട്ടാണ് കേട്ടോ, അത് ബാബുരാജ് പാടിയതുപോലെ ആയില്ല എന്ന് എപ്പോഴും പറയും. എപ്പോഴും. അതുപോലെ സുറുമ എഴുതിയ മിഴികളെ എന്നുള്ള പാട്ട് എൻ്റെ അച്ഛൻ്റെ പടത്തിലാണ്, ഖദീജ എന്നുള്ള സിനിമയിലാണ്. ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പൂ വിരിയുന്നത് പോലെ വിരിഞ്ഞു വരുന്ന പാട്ട്. യേശുദാസ് ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ കണ്ണുനീർ തുള്ളി ഇങ്ങനെ അടരുന്നത് പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് പോലും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സുറുമ എഴുതിയ മിഴികളെ, പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ എന്നൊക്കെ ഉള്ളതൊക്കെ അദ്ദേഹം അനവധ്യ സുന്ദരമായി പാടിയിട്ടുണ്ട്. എന്നാൽ ബാബുക്ക പാടിയതിനകത്ത് ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തോ കിടപ്പുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ഒരു ഹൃദയം ഇങ്ങനെ മിടിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു. ഞാൻ എന്നിട്ട് ഈ ബാബുരാജിനോടുള്ള ആരാധന മൂത്തിട്ട് ഞാനൊരു കവിത തന്നെ എഴുതി. രാഗം ബാബുരാജ് എന്ന് പറഞ്ഞിട്ട്. ശരി. മാതൃഭൂമിയിൽ വന്ന കവിതയാണ്. എനിക്ക് ദേവരാജ മാസ്റ്റർ വലിയ ഇഷ്ടമാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബാബുരാജിനോടുള്ള ഒരു ഹൃദയബന്ധം വേറെയാണ്. എൻ്റെ ആദ്യത്തെ ഒരു പാട്ട്, ഞാൻ ചെറുപ്പകാലത്ത് എഴുതിയ പാട്ട്, ആദ്യമായിട്ട് സിനിമയിൽ എഴുതിയൊരു പാട്ട് ബാബുരാജാണ് മ്യൂസിക് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ബന്ധവുമുണ്ട്. മന്ദാരമണമുള്ള കാറ്റ്, നീ ഒരു സന്ദേശവാഹകനിൽ വളരെ ലൈറ്റ് സോങ്ങാണ്. പക്ഷേ അച്ഛൻ എപ്പോഴും പറയുന്നത് ബാബു പാടിയതുപോലെ ആവുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനീ പറഞ്ഞില്ല, കവിത എഴുതിയെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു വരി, 4 വരി എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. ബാബുരാജിന് എന്തുകൊണ്ട് വൈ ബാബുരാജ് എന്നുള്ളത് നോക്കുമ്പോൾ ഈ എൻ്റെ ഈ 4 വരികൾ, ഞാൻ ആത്മപ്രശംസ നടത്തുകയല്ല, എൻ്റെ ഈ 4 വരികൾ ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ ജീവിതഭാവത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുള്ള വരികളാണ്. വരികളിതാണ്: ആർക്കാവും നിനക്കല്ലാതാർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ സംഗീതത്തിൻ അത്തറിൽ കുളിപ്പിക്കാൻ. ഇതാണ് വരി. ആർക്കാവും നിനക്കല്ലാതാർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ സംഗീതത്തിൻ അത്തറിൽ കുളിപ്പിക്കാൻ. അത് എൻ്റെ ഇറ്റ് ഈസ് മൈ ഹോമേജ് ടു ബാബുരാജ്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, അലഞ്ഞു തിരിഞ്ഞ് നടന്ന അനാഥമായിട്ടുള്ള ബാല്യം, ആരുമില്ലാത്ത ബാല്യം. അച്ഛൻ കൽക്കട്ടയിലെ
ഒരു പോലീസ് കാരനായിരുന്നു. ഇവിടുന്ന് അവിടെ പോയി അച്ഛനെ കണ്ടു. അച്ഛൻ സംഗീതം പഠിപ്പിക്കാനൊക്കെ ഏർപ്പാടാക്കി. അച്ഛൻ മരിച്ചു. അച്ഛനെ നോക്കാം. പിന്നെ ഇങ്ങനെ കലഞ്ഞു തിരിഞ്ഞ് ബോംബെയിൽ വന്ന് പിന്നെ ചില ഘരാനകളൊക്കെ കയറുന്നു. ചില ഗുരുക്കന്മാരുടെ അടുത്ത് പോയി സംഗീതം പഠിച്ച് സ്വയം ശൂന്യതയിൽ നിന്ന് സ്വയം സംഗീത സിദ്ധി കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തിരിച്ചടികളെയും തരണം ചെയ്ത് അങ്ങനെ കല്ലായി കടവത്തെത്തിയതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ഒരു സംഗീതത്തിൻ്റെ രാജകുമാരനായിട്ട് ഈ അനാഥകുമാരൻ സംഗീതത്തിൻ്റെ രാജകുമാരനായിട്ട് കല്ലായിൽ വരികയാണ് പിന്നീട് അവിടുന്ന് അദ്ദേഹം ചെയ്തിട്ട് വെച്ച സംഗീതം. അപ്പോൾ ആ ജീവിതത്തിൻ്റെ ഒരു ഭാവം അത് എത്ര ഈ കവിതയിൽ ഞാനത് പറയുന്നുണ്ട്. നീ എത്ര സന്തോഷകരമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴും പാട്ട് പാടുമ്പോഴും അതിലെവിടെയോ അദൃശ്യമായിട്ടുള്ള ഒരു കറുത്ത നൂലിൻ്റെ ഇഴ, സങ്കടത്തിൻ്റെ ഒരു നേർത്ത ഇഴ എവിടെയോ കിടക്കുന്നത് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ബാബുരാജിനോടുള്ള എൻ്റെ ഒരു സ്നേഹത്തിൻ്റെയും ആരാധനയുടെയും ഒരു പ്രകടനമാണത്. അത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ബാബുരാജിൻ്റെ ജീവിതം കുറച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അന്ന് വയലാർ ദേവരാജൻ ടീം വളരെ വളരെ പ്രബലമായി നിന്ന കാലത്തും എൻ്റെ അച്ഛൻ്റെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടാണ് വയലാറിനോട് വലിയ ഇഷ്ടം, ബാബുരാജിനോടും ഇഷ്ടം. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ പടത്തിൽ ഒരുപാട് പാട്ട് എഴുതും എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് പടങ്ങളിൽ വയലാർ ബാബുരാജ്, കാട്ടുതുളസി, അഗ്നിപുത്രി, കളക്ടർ മാലതി, വിവാഹിത ദേവരാജൻ തന്നെയാണ് കളക്ടർ മാലതി തുടങ്ങി ഒരുപാട് പടങ്ങളിൽ വയലാർ ബാബുരാജാണ്. നല്ല നല്ല പാട്ടുകളുണ്ടായിട്ടുണ്ട്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെയൊക്കെ അങ്ങനെ വന്ന പാട്ടുകളല്ലേ. ദേവരാജൻ എൻ്റെ അച്ഛനും ചെയ്തിട്ടില്ലെന്നല്ല, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാബുരാജിനോടുള്ളൊരു ഹൃദയബന്ധം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ അനന്തര ജീവിതത്തിൽ ഒരു ഗായക കവിയായി ഇവിടെ ജനിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ സങ്കല്പങ്ങൾ ഉണ്ട്. അത് അവനവൻ്റെ ജീവിതം ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് തോന്നണ്ടേ. അല്ല ഇവിടെ കുറേ കാലം 85 വയസ്സ് ജീവിച്ചു പോകുമ്പോൾ അയാൾ ഇവിടെ ജീവിച്ചിട്ട് അതുപോരല്ലോ. നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ജീവിതം ഞാൻ ഇത് തന്ന വിധാതാവിനോട് ഞാൻ അത് കൂറു പുലർത്തി. ഒരു കഴിവെന്ന് പറയുമ്പോൾ രാധികയ്ക്ക് പാടാനുള്ള കഴിവ് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും MBBS ഡോക്ടറായിരുന്നിരുന്നുവെങ്കിൽ നമ്മൾ നല്ല ഡോക്ടറാവുമായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത, സംതിങ് ഈസ് ലോങ്ങിങ് ഫോർ സംതിങ് എൽസ്. നമ്മുടെ ഉള്ളിലെ എന്തോ മറ്റൊന്നിനോ വേണ്ടി ലോങ് ചെയ്യുന്നുണ്ട് ഇരിക്കില്ലേ. അത് ഫുൾഫിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏത് ജീവിതത്തിൻ്റെയും സന്തോഷകരമായിട്ടുള്ള ഒരു നിയോഗം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ എനിക്ക് ഒരുപാട് പേര് എന്നോട് പലതും ഇങ്ങനെ ചോദിക്കും, സാർ എന്തിനാണ് അത് ചെയ്യുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, IAS കാരനായിരിക്കും എന്തിനാണ് കവിത എഴുതുന്നത്. അതുപോട്ടെ, കവിത എഴുതുന്നത് വിട്ടു, അത് അനുവദിച്ചു. എന്തിനാണ് പിന്നെ പാട്ട് എഴുതാൻ പോകുന്നത്, സിനിമയിൽ പോയിട്ട് പാട്ട് എഴുതി. അപ്പോൾ ഞങ്ങളുടെ ട്രൈബിലെന്ന് പറഞ്ഞാൽ IAS കാർക്കൊക്കെ ആദ്യകാലത്തൊക്കെ കുറച്ച് പുച്ഛമായിരുന്നു തന്നെ. എന്ന് പറഞ്ഞാൽ എന്നെ അല്ല, ഈ പാട്ട് എഴുതി ഈ സിനിമയിലൊക്കെ പോയി അവിടെ പാട്ട് എഴുതുക, കോടമ്പാക്കത്ത് പോവുക. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടത്, അന്നത്തെ ഒരു ചീഫ് സെക്രട്ടറി ഏതൊരു മീറ്റിങ്ങിൽ എന്നെ കാണാത്തപ്പോൾ എവിടെ ജയകുമാർ അവിടെ, അത് സാർ ലീവാണെന്ന് ആരോ പറഞ്ഞു. ലീവൊന്നും ആയിരിക്കില്ല, അയാൾ ആ കോടമ്പാക്കത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്, പാട്ട് എഴുതാനുണ്ടോ മറ്റേ തകരം EM മൂശാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് നടക്കും പോലെ പാട്ട് എഴുതാനുണ്ടോ എന്ന് പറഞ്ഞ് അയാൾ കോടമ്പാക്കത്തൂടെ നടക്കുകയാണ്, എന്ത് ചെയ്യാം, അയാൾ അങ്ങനെ ആയിപ്പോയി എന്ന് പരിതപിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു അവസരത്തിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പരോക്ഷമായിട്ട് പറഞ്ഞു, ചിലക്കെല്ലാം കോടമ്പാക്കെന്ന് കേട്ടാൽ വലിയ പുച്ഛമാണ്. എനിക്ക് പുച്ഛമല്ല സാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യതീർത്ഥമാണ്. കാരണം ഞങ്ങൾ വളർന്നത് എൻ്റെ അച്ഛൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ആഹാരം കഴിച്ച് ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അതുകൊണ്ട് കോടമ്പാക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോശപ്പെട്ട സ്ഥലമല്ല എന്ന് പറയാൻ ദൈവം എനിക്ക് അധികം വൈകാതെ അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളതിൽ ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ്. ഞാനത് കൃത്യമായി മറുപടി പറയുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ നെഞ്ചിലെ കല്ലിറങ്ങി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളൊരു ഫുൾഫിൽമെൻറ്റിലാണ് കാര്യം. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തുവോ അഥവാ ചെയ്യണമെന്ന് നമുക്ക് കഴിവുണ്ട് നമുക്കറിയാവുന്നുള്ള കാര്യങ്ങൾ. ഈ ബൈബിളിൽ താലൻറ്റുകളുടെ കഥയില്ലേ, ദൈവം താലൻറ്റുകൾ കൊടുത്തു, ചിലത് കൊണ്ട് കുഴിച്ചിട്ടു, ചിലരത് വേറെന്തോ ചെയ്തു, ഒരുത്തൻ മാത്രം അത് വർദ്ധിപ്പിച്ചു, അത് വളർത്തിയെടുത്തു. ഒരുത്തൻ ഒന്നും ചെയ്യാതെ തിരിച്ചു കൊടുത്തു. അപ്പോൾ അത് തന്ന താലന്തുകളെന്ന് തന്നെയാണ് അത് പറയുന്നത്. ടാലൻസാണ് വാസ്തവത്തിൽ കഴിവുകൾ. അത് വികസിപ്പിച്ചെടുക്കുന്നവനാണ് ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അത് പാറയിൽ വിതച്ച വിത്ത് പോലെ ആയി പോകും. സാറിന് ചെറുപ്പത്തിലേ ഈ കവിതയോടുള്ള
താല്പര്യം അതൊരു കുട്ടിയായിരിക്കവേ തന്നെ ഉണ്ടായിരുന്നു? അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നതേ 8ാം ക്ലാസ് തൊട്ടാണ് അസ്കിത തുടങ്ങിയതെന്നാണ് എൻ്റെ തോന്നുന്നില്ല. ആരായിരുന്നു അതിലേക്ക് ലീഡ് ചെയ്തത്? ഞാൻ അച്ഛനോ പറഞ്ഞ അമ്മയോ? മുമ്പൊക്കെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കും. അന്ന് പുസ്തക വായന ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു വായനശാലയുണ്ട്. അമ്മയ്ക്ക് പുസ്തകം എഴുതുക. അമ്മ നല്ല വായനക്കാരിയാണ്. എൻ്റെ അച്ഛനല്ല വലിയ വായനക്കാരൻ, അമ്മയാണ്. ശരി. അമ്മയുടെ വായന പിന്നെ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അമ്മ വായിക്കുന്ന പുസ്തകം നല്ല എനിക്കിഷ്ടം, എനിക്കുള്ള അല്ല, അത് സ്വാഭാവികം. പക്ഷേ അമ്മയിലൂടെയാണ് എനിക്കൊരു കവിത താല്പര്യം വന്നത്. കാരണം അമ്മ രമണനൊക്കെ മുഴുവൻ കാണാതെ പഠിക്കുന്ന പാർട്ടിയാണ്. മുഴുവൻ കാണാതെ അറിയാം, രമണൻ അറിയാം, ആട്ടക്കഥകൾ അറിയാം. അങ്ങനെയാണ് ഞാൻ ഈ ദുര്യോധനവധം ആട്ടക്കഥയൊക്കെ അമ്മ ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും. മാമ്പഴം അമ്മ പാടിക്കേറ്റിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ 6-7 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അന്ന് ഒരു കുട്ടികളുടെ നോവൽ കിട്ടി. എനിക്ക് നല്ല ഓർമ്മ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മാണിക്യക്കല്ലെന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സരള എന്ന് പറയുന്നൊരു കഥാകാരിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ സരള MT വാസുദേവൻ നായരാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ വർഷം കഴിഞ്ഞാണ്. അദ്ദേഹം വന്ന് സരള എന്നുള്ള പേരിലാണ് ഈ മാണിക്യക്കല്ല് എഴുതുന്നത്. മാണിക്യക്കല്ല് ഒരു അസാധ്യമായിട്ടുള്ള കഥയാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഭാവനയുടെ ഒരു ഉണർവ്, എനിക്ക് തോന്നുന്നത് സ്വപ്നം കാണാനും സ്റ്റുപ്പിഡെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, പ്രായോഗിക തലത്തിൽ സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് എനിക്കൊരു ഫ്രീഡം തന്നത് ഈ മാണിക്യക്കല്ലിലെ വായന. ആദ്യമായിട്ട് അത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മാണിക്യക്കല്ല് സരള, ഒരു വെള്ള പുസ്തകം. എനിക്ക് വല്ല ഓർമ്മയുണ്ട്. പിന്നെ അതെന്തെന്നറിയോ കഥ? ഒരു രാജകുമാരനും മന്ത്രികുമാരനും കൂടെ നായാട്ടിന് മറ്റോ പോവാണ്. അപ്പോൾ അവർ രാത്രിയായപ്പോൾ നാളത്തെ കാട്ടിൽ തന്നെ കിടന്ന് കളയാമെന്ന് വിചാരിച്ച് കിടക്കുന്നു. കുതിരയൊക്കെ അവിടെ കെട്ടി അവർ അവിടെ കിടന്നു. അപ്പോൾ നോക്കുമ്പോൾ രാത്രി ഭയങ്കര ഒരു പ്രകാശം, കാട് നിറച്ച്. എന്തെന്ന് മനസ്സിലായില്ല. നോക്കിയപ്പോൾ ഒരു കല്ല്, ഒരു പാമ്പ് വന്നിട്ട് ഒരു മാണിക്യക്കല്ല് അവിടെ വച്ചിട്ട് പാമ്പ് എങ്ങോട്ടോ പോകുന്നു. അപ്പോൾ ഈ പ്രകാശം എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് മനസ്സിലായി പാമ്പിൻ്റെ അടുത്ത് പോകാനും വയ്യ. പാമ്പ് വെള്ളം കുടിക്കാനും മറ്റോ പോയപ്പോൾ ഇവർ ഈ കുതിരച്ചാണകം എടുത്ത് ഈ കല്ലിൻ്റെ മുകളിൽ കുടങ്ങിട്ടു. പെട്ടെന്ന് കല്ലങ്ങ് അതിൻ്റെ പ്രകാശമൊന്ന് മങ്ങിയല്ലോ, ഇപ്പോൾ തീർന്നില്ല. പാമ്പ് അവിടെയൊക്കെ വന്ന് നോക്കിയിട്ട് കാണാതെ പാമ്പ് പോയി. പിറ്റേന്ന് രാവിലെ അവർ ഈ ചാണകത്തിൽ കിടക്കുന്ന ഈ കല്ലെടുത്ത് അടുത്തൊരു പൊയ്കയിൽ കൊണ്ട് കഴുകാനായിട്ട് നോക്കിയപ്പോൾ കഴുകി വന്നപ്പോഴത്തേക്ക് ആ ചാണകമെല്ലാം മാറിക്കഴിഞ്ഞ് കല്ലായി തിളങ്ങി തുടങ്ങിയപ്പോൾ കല്ല് കാണിക്കുന്നിടത്ത് വെള്ളം ഇങ്ങനെ അങ്ങ് മാറുകയാണ്. മാറുമ്പോൾ പടവുകൾ കാണാം. അപ്പോൾ മന്ത്രികുമാരൻ ഇറങ്ങി, സത്യൻ എന്നാണ് മന്ത്രികുമാരൻ്റെ പേര്, എനിക്ക് അതുവരെ ഓർമ്മയുണ്ട് കേട്ടോ. 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മന്ത്രികുമാരൻ ഇറങ്ങി, രാജകുമാരൻ ഇറങ്ങി. നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മാറുന്നു, പടവുകൾ ഇറങ്ങി അവർ പോകുന്നു. വെള്ളം മുകളിൽ ഇങ്ങനെ കവർ ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ ഇന്ദ്രനീലക്കല്ലുകൾ പാകിയ ഒരു അങ്കണം, ഒരു വലിയ മുറ്റത്തിലൊരു കൊട്ടാരം, ആരുമില്ല, ഒരു അഭൗമമായിട്ടുള്ള വെളിച്ചം. അപ്പോൾ കൊട്ടാരത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നവർ ഒരു തത്തമ്മ അവിടെ ഇരുന്ന് എന്തോ പറയുന്നുണ്ട്. രാജകുമാരി ഉറങ്ങിയെന്നോ എന്തോ ആണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ അവിടെ രാജകുമാരി ഉണ്ടെന്നുള്ളവർക്ക് മനസ്സിലായി, അവിടെ ആരുമില്ല, ഇത് രാക്ഷസൻ്റെ കൊട്ടാരമാണ്. പിന്നെ കഥ എന്താണെന്ന് പറഞ്ഞാൽ ഇവരവിടെ ഇരുന്ന് ഈ രാജകുമാരിയെ കണ്ടുപിടിച്ച് രാജകുമാരിയോട്ട് ആശയവിനിമയം നടത്തി ഈ രാക്ഷസനെ അവരെ ഇല്ലാതാക്കി രാജകുമാരിയെ കൊണ്ട് തിരിച്ചു കരുതുന്നതാണ് കഥ. പക്ഷേ എനിക്ക് ഈ രംഗമാണ്, ഈ വെള്ളം മാറിപ്പോകുന്നത്. ഞങ്ങൾ പിന്നെ എത്രയോ പൊയ്കകളിൽ ഞങ്ങൾ കല്ല് കഴുകി നോക്കി, ഒന്നും മാറുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രായോഗികമല്ലാത്ത ആശയങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ. അങ്ങനെ 6ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഈ വായന, കവിതയിലൊക്കെ. പിന്നെ അമ്മയുടെ ഈ രമണൻ പോലെയുള്ള കവിതകൾ, അല്ലെങ്കിൽ മാമ്പഴം, ഒരുപാട് കവിതകൾ ചൊല്ലി തരികയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 8ാം ക്ലാസ്സോടുകൂടി ഞാനൊരു നല്ല സാഹിത്യ വായനക്കാരനൊക്കെ ആയി. പ്രീ ഡിഗ്രിക്ക് എത്തിയപ്പോൾ ആദ്യത്തെ കവിതയൊക്കെ എഴുതി തുടങ്ങി. അതിനു മുമ്പ് തന്നെ കവിത എഴുതി തുടങ്ങി. കവിതയാണ് നമ്മുടെ വഴിയെന്ന് ബോധ്യമായി. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് ദൂരം വന്നു പക്ഷേ അതൊക്കെ പരിശീലനമാണ്. അപ്പോൾ കവിതയാണ് എൻ്റെ വഴിയെന്ന് ഒരുപക്ഷെ അന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. ഒപ്പം അന്ന് എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ വളരെ ടോപ്പിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ സിനിമാ പാട്ട് എഴുത്തും കൂടി നമ്മൾ പാരലലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ സ്വയം എഴുതുന്ന, ആരെയും കാണിക്കാനല്ല. പക്ഷെ പാട്ട് എഴുതണമെങ്കിൽ കവിയാവണ്ടേ, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ കവിത എഴുതെല്ലാം കൊണ്ടും എനിക്ക് ഗുണം ചെയ്യും എന്നുള്ള മട്ടിൽ തന്നെയാണ് ഞാൻ കവിതയുടെ തട്ടകത്തിൽ നിന്നതും പിന്നെ ഒരു ഗാനരചയിതാവണം എന്നുള്ള ആഗ്രഹം വന്നതും. അത് വേറൊരു കഥ. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് എൻ്റെ വഴി എന്നുള്ള ഞാൻ തിരിച്ചറിഞ്ഞു. IAS മോഹമൊക്കെ വരുന്നത് പിന്നെയാണ്. സാറിൻ്റെ തന്നെ മോഹം കൊണ്ട് പോയത്, എന്നെ ആരും ഓടിച്ചതല്ല അങ്ങോട്ട്. എന്നാൽ ആയിക്കളയാം,
അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴേ നമുക്ക് അതിലേക്കൊരു ആശ വരുള്ളൂ. അതുവരെ നമ്മളൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, നമുക്കത് സാധിക്കില്ല. ഒരുപാട് കുട്ടികൾ വാസ്തവത്തിൽ അങ്ങനെയാണ് രക്ഷപ്പെടാതെ പോകുന്നത്. അവരുടെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ. നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത്, അതൊന്നും നിങ്ങളാരും വിചാരിച്ചാൽ കിട്ടുകയല്ല. അതവർ വിശ്വസിക്കുന്നു, അവരൊക്കെ വിശ്വസിച്ചു. പിന്നെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട അവരുടെ ജോലി, പിന്നെ ഒന്നും ചെയ്യില്ല. അത് നമ്മളപ്പോൾ കുട്ടികളോട് സംസാരിക്കുന്നത് വളരെ സൂക്ഷിക്കണം. യു ക്യാൻ ഡു ഇറ്റ്. യെസ്, ശ്രമിക്കണമല്ലോ. ഞാനീ പറഞ്ഞ പോലെ ഞാനൊരു വലിയ അനുസരണയുള്ള ആളാണെങ്കിലും വാസ്തവത്തിൽ അനുസരണ ഇല്ലാത്തൊരാളില്ല. ഇല്ല. അപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ നിനക്ക് IAS ഒന്നും കിട്ടില്ല എന്ന് പറയാം, അല്ലാതെ നോക്കാം, താനാണോ തീരുമാനിക്കണം, ഞാൻ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു ധിക്കാരി, നിശബ്ദനായ ധിക്കാരി എന്നിലുണ്ട്. ഞാൻ എതിർത്തൊന്നും പറയാറില്ല, പക്ഷേ അത് ഡിസ്പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട എൻ്റെ ഒരു ആവശ്യമാണ്. സായലല്ലേ, അല്ലാതെ നീ എന്ന് പറഞ്ഞില്ലെന്ന് പിന്നെ തിരിച്ചു പോയി ചോദിക്കലൊന്നുമില്ല. ഐ പ്രൂവ്ഡ് എ പോയിന്റ്, ഐ തിങ്ക് ഐ എം വർത്തി ഓഫ് ഇറ്റ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ എഴുതുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതങ്ങനെയല്ല, ഞാൻ തന്നെ തീരുമാനിച്ചതാണ്. MAക്ക് പോയപ്പോൾ റാങ്കെല്ലാം കിട്ടിയപ്പോൾ എനിക്ക് തന്നെ തോന്നി നീ മോശമൊന്നുമല്ല, അതിന് കൂടിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കേ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ആദ്യത്തെ പരീക്ഷ എഴുതുന്നു. ആ വർഷം എനിക്ക് കിട്ടിയില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി കിട്ടും. ഈ എഫർട്ട് ഇത്രയും എടുത്തെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ എഫർട്ട് എടുക്കാം. പിന്നെ ഹാർഡ് വർക്ക് പേസ്, നോ ഡൗട്ട്. അങ്ങനെ ഹാർഡ് വർക്കിലൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ പലതും നേടുന്നത്. MA ആണെങ്കിലും ശരി, എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ. അല്ലാതെ ചാൻസ് കൊണ്ട് രക്ഷപ്പെടുന്ന ആരും വിചാരിച്ചിട്ട് കാര്യം. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ, എല്ലാം കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനാണ്. അത് എന്താണെന്നറിയാമോ, പലരും ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചിട്ട്, എന്തിനാണ് സാർ പാട്ട് എഴുതുന്നത്, ഈ പറഞ്ഞ പോലെ എന്തിനാണ് ചിത്രം എഴുതുന്നത്, ഒരു ജോലി ചെയ്ത്. എൻ്റെ ചോദ്യം എങ്ങനെ പറ്റുന്നു. ആദ്യം ഇത് വേണോ വേണ്ടേ എന്നുള്ളതാണ്. പലരും ഇത് പറ്റുകയില്ല എന്നുള്ള മുൻവിധിയോടുകൂടി ഒരു ജോലി കിട്ടിയാൽ പിന്നെ ജോലിയായി, വീടായി, TV ആയി, ഉറക്കമായി, റിട്ടയർമെൻ്റായി. അപ്പം ഞാൻ വലിയ ഫിലോസഫറൊന്നും അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം പണ്ട് തൊട്ടേ അറിയാമായിരുന്നല്ലോ. നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന, ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ പറഞ്ഞ പോലെ നമുക്ക് ജന്മം ഉണ്ടോ എന്നൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാമോ, നല്ല കാലത്തൊന്നും ചെയ്തില്ല എന്ന് പറയും. അന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവിടെയൊക്കെ എത്തിയേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, ചെയ്യേണ്ട സമയത്ത് ചെയ്യണ്ടേ. അപ്പോൾ ജീവിതം എന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം, നമുക്ക് കാലം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണിത്. ഈ ഭൂമുഖത്ത് ഇത്ര വർഷം, അത് ഫൈനിറ്റാണ്. ഇൻഫിനിറ്റായിട്ടുള്ള ഈ കാലം നമുക്ക് ഫൈനിറ്റായിട്ട് കുറച്ച് സമയം തന്നിരിക്കുകയാണ്. അങ്ങനെ കൂടെ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. കാലം ഇൻഫിനിറ്റ് ആണല്ലോ. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ തുടക്കമില്ല അവസാനമില്ല, നമുക്കറിഞ്ഞുകൂടാ. ഈ അനന്തമായ കാലത്തിൽ നിന്ന് നമുക്കൊരു ഇലച്ചീന്ത് പോലെ ഒരു 80, 90, 100 മാക്സിമം നമുക്ക് തന്നിരിക്കുകയാണ് കാലം. ആ കാലത്തെ എങ്ങനെ ഉപയോഗിക്കണം തീരുമാനിക്കാൻ വേറെ ഒരു ശക്തിക്കും കഴിവില്ല, നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിനാണ് മനുഷ്യന് ബുദ്ധി തന്നിരിക്കുന്നില്ലേ. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ വഴിയെ പോവുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ, എന്ത് ചെയ്യുമ്പോഴാണോ നമ്മുടെ ഹൃദയത്തിന് ഒരു ഫുൾഫിൽമെൻറ്റ് തോന്നുന്നത്, അത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര സ്ഥാനമുണ്ടെന്ന് പറഞ്ഞിട്ടും വി ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു അവർ ലൈഫ്. ഇത് ഞാൻ പണ്ട് തൊട്ടേ ഇത്ര വ്യക്തമായിട്ടല്ലെങ്കിലും എനിക്ക് അറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കവിയാവണം, കവിത എഴുതുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുൾഫിൽമെൻറ്റ്, അത് സർക്കാർ ഉദ്യോഗം ചെയ്യുമ്പോൾ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗം ഉഴപ്പണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഐ വുഡ് ലവ് ടു ബി റിമെമ്പേർഡ് ആസ് എ ഗുഡ് ഓഫീസർ. അത് എൻ്റെ ഈഗോയുടെയും എൻ്റെ ഒരു പേഴ്സണൽ പിന്നെ ഒരു വെൽബീയിങ്ങിൻ്റെയും സംഗതിയാണ്. ഇയാളൊരു തല്ലിപ്പൊളി ഓഫീസർ എന്ന് എന്നെപ്പറ്റി പറയുന്നത് എനിക്കിഷ്ടമല്ലല്ലോ. അതുകൊണ്ട് യു ഗീവ് യുവർ ബെസ്റ്റ്. അതിനൊക്കെ നമ്മൾ തന്നെ അതിനുള്ള വിശ്വാസ സംഹിതകൾ കണ്ടെത്തണം. ഈ ജോലി ചെയ്തപ്പോൾ IAS ഉദ്യോഗത്തിൽ, IAS ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരും. ആ ഉദ്യോഗത്തിൽ നമ്മളൊരു നല്ല ഉദ്യോഗസ്ഥനായി ഇരിക്കണമെങ്കിൽ അതെന്തിന് അങ്ങനെ ഇരിക്കണം എന്നൊരു ചോദ്യത്തിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടണം. പേരെടുക്കാനാണോ, വലിയ ആളാണെന്ന് കാണിക്കാനാണോ, എൻ്റെ അധികാരം പ്രകടിപ്പിക്കാനാണോ? അതൊന്നുമല്ല. ഈ ജോലിയുടെ പരമമായിട്ടുള്ള പർപ്പസ് എന്താണ്, അത് ചെയ്യുന്നതിന് ഞാൻ എന്തുമാത്രം വിജയിച്ചു,
ഇപ്പോൾ ഞാനൊരു കൃഷി ഓഫീസറാണ് എങ്കിൽ, കൃഷി വകുപ്പാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ, ആ കാർഷിക മേഖലയിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയും യു ഗിവ് യുവർ വെരി ബെസ്റ്റ് ടു ഇറ്റ്. നമുക്കെല്ലാം മുഴുവനും സാധിച്ചൊന്നും വരില്ല, ഒരുപാട് തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് പേസ്. നമ്മൾ 100 കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, 50 ചെയ്തിട്ടുണ്ടാവും, ഇറങ്ങും. പക്ഷേ ആ 100 വിചാരിച്ചില്ലെങ്കിൽ 50 ചെയ്യാൻ പറ്റില്ല. ഞാൻ 5 കാര്യമേ വിചാരിച്ചുള്ളെങ്കിൽ 2 കാര്യമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ 50 ചെയ്തു എന്നുള്ളത് നേട്ടമല്ലേ. അപ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് വരുമെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും നമ്മുടെ ഹൃദയം അർപ്പിക്കുക, ഹൃദയം വ്യാപരിക്കുന്നിടത്തേക്ക് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വാർദ്ധക്യകാലത്ത്, എന്നെ സംബന്ധിച്ച് വാർദ്ധക്യകാലം വിദൂരമല്ല, ഞാൻ അതിൽ ജീവിക്കുകയല്ലേ. പിന്നെ ലുക്ക് ബാക്ക്, കുഴപ്പമൊന്നുമില്ല, നീ ഇത്രയും കാലം ചെയ്യേണ്ടതൊക്കെ ചെയ്തല്ലോ, നോട്ട് ബാഡ് എന്നെങ്കിലും തോന്നണം. അല്ലാതെ വയസ്സുകാലത്തിരുന്നില്ലോ കഷ്ടം, അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ. എനിക്ക് അങ്ങനെയുള്ളൊരു പശ്ചാത്താപമില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. പല കവികൾക്കും ഒരു മ്യൂസ് ഉണ്ടാവും. സാർ അങ്ങനെ ഒരു മ്യൂസിനെ വെച്ചിട്ടാണോ എഴുതാറ്? മാഡത്തിനെ ആലോചിക്കാറുണ്ടോ? മ്യൂസിനെയൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഒരു പഴഞ്ഞൊരു സങ്കല്പമല്ലേ. അതെയോ? ചില പാട്ടുകൾ അതിന് ഹിസ്റ്ററി എടുത്ത് താൽക്കാലികമായി നമ്മൾ ഓരോ മ്യൂസിനെ സങ്കല്പിക്കും, അത്രയേ ഉള്ളൂ. അതിനകത്ത് അധാർമികമായിട്ടൊന്നുമില്ല, അത് കോൺട്രാക്ട് റൂളിന് വിരുദ്ധമല്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു പാട്ടിൻ്റെ സമയത്ത് നമുക്ക് ഒരു പ്രത്യേക മ്യൂസിനെ നമുക്ക് സങ്കല്പിക്കാമല്ലോ, അവരെ മുമ്പിൽ കണ്ടുകൊണ്ട് എഴുതാം. ഒന്നും അല്ലെങ്കിൽ ഭാവനയിൽ നമുക്ക് സൃഷ്ടിക്കാം. ഒരു പക്ഷേ ഈ നമുക്ക് കിട്ടേണ്ട എല്ലാ ഇൻസ്പിറേഷനും ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കണമെന്നറിയോ, ഇമാജിനേഷൻ കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കാൻ പറ്റും. പാട്ട് എഴുതുമ്പോഴും കവിത എഴുതുമ്പോഴും. കവിതയിൽ കുറച്ചുകൂടെ റോ ആയിട്ടുള്ള, റസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരുപാട് പരമാർത്ഥങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളൊരു ലോകം സങ്കല്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ലോകത്തെ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ടൊരു പുതിയ ലോകം ഉണ്ടാക്കുകയാണ്. റൊമാൻറ്റിക്കായിട്ട് പാട്ട് എഴുതാനിരിക്കുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഒരു റൊമാൻറ്റിക് ലോകം ഉണ്ടാക്കാം. അവിടെ നമ്മൾക്ക് ആരും ആവാമല്ലോ. എനിക്ക് കൃഷ്ണനാവാം, വേറൊരാളിനെ രാധയാക്കാം, ഇല്ലേ? ഓരോ പാട്ടും ഓരോ പോലെ, അല്ല ഒരു അച്ചിൽ വാർത്തതല്ല. സാർ ചിത്രരചനയിലേക്ക് എപ്പോൾ വന്നു? ആ ഇൻട്രസ്റ്റ് എപ്പോൾ വന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ഈ കേരള പ്രകൃതിയോട് വലിയൊരു ആരാധകനാണ്. ഒരു പക്ഷേ എനിക്ക് വയലാർ രാമവർമ്മയുടെ പാട്ടുകളോടുള്ള ഇഷ്ടവും അത് തന്നെയാണ് കേട്ടോ. കാരണം വിഷ്വലാണ്. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തനെ കുന്നിൻ താഴ്വര ഒരു പിക്ചറാണല്ലോ. നമ്മളിങ്ങനെ ഹൈറേഞ്ചിലൊക്കെ നിൽക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അത് മുലക്കച്ച കെട്ടിയ മൂടൽ മഞ്ഞ് എന്ന് പറയുന്നതിനകത്തുള്ളൊരു ചിത്രം. അതൊന്ന് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ലിറ്റററി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ചിത്രചാതുരി ആശാൻ പറയുന്നത് പോലെ. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലൊരു വർണ്ണത്തിനോടും വരയോടുമുള്ള ഒരു അഭിനിവേശം ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 2-3 സംഗതികൾ നടന്നു. ഒരു ബോൺ ആർട്ടിസ്റ്റാണ് ഞാനെന്ന് ഞാൻ പറയണില്ല. ഐ എം എ ട്രെയിൻഡ്, സ്വയം ശിക്ഷിതനായിട്ടുള്ള ഒരു ചിത്രകാരനാണ് ഞാൻ 1995-ലോ 6-ലോ ആണ് ഇംഗ്ലണ്ടിൽ ഒരു വർഷം പഠിക്കാൻ പോയി. അതിനു മുമ്പൊക്കെ ഞാനിങ്ങനെയൊക്കെ വരയ്ക്കുമെങ്കിൽ എനിക്ക് അങ്ങോട്ടൊരു ധൈര്യമൊന്നും പോരാ. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിലൊരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ വൈകുന്നേരം 4 to 6 ക്ലാസ് ഉണ്ട്. എന്ത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് കയറിയിരിക്കാം. വാട്ടർ കളറോ, ഓയിൽ കളറോ, ആക്രിലിക്കോ, ലൈവ് ഡ്രോയിങ്ങോ, മോഡൽസ് വരുന്നു, നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലൊക്കെ ഒരു വർഷം മുഴുവൻ അവിടെ പോയിരിക്കും. ഇരുന്ന് ചില ടെക്നിക്സ്, എറേഴ്സ് ദാറ്റ് ആർട്ടിസ്റ്റ് മേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഒരു ബേസിക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചു. അതെനിക്കൊരു ടീച്ചറുണ്ട്, അവർ എൻ്റെ കയ്യിൽ വന്ന് ഇങ്ങനെ അടിക്കും. യു ഷുഡ് നോ വെൻ ടു സ്റ്റോപ്പ് എ പെയിൻറ്റിങ്, ഡു നോട്ട് ഓവർ പെയിൻറ്റ്. എൻ്റെ അടുത്ത് എപ്പോഴും പറയും, യുവർ പ്രോബ്ലം ഈസ് യു ആർ നോട്ട് ഹാപ്പി, പിന്നെയും ലീവ് ഇറ്റ്, അത്രയും മതി. അതിൽ കൂടുതൽ പെർഫെക്ഷൻ കൊടുക്കേണ്ടത്, ലീവ് ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ പെയിൻറ്റിങ് തീർന്ന് ഇപ്പം തന്നെ തീർന്നിട്ട് എനിക്ക് പിന്നെ ഒരു സംശയം. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ് ഞാൻ ഓർക്കും, ലീവ് ഇറ്റ്, ആ പെയിൻറ്റിങ് ഈസ് ഓവർ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ബാലപാഠങ്ങളൊക്കെ അവിടെ പഠിച്ചു തിരിച്ചു വന്ന് ഞാൻ ഡൽഹിയിൽ ജോയിൻറ്റ് സെക്രട്ടറി കൾച്ചറായിട്ട് പോയി. അപ്പോൾ കൾച്ചറിൽ ഒരുപാട് ജോലി ഉണ്ടെങ്കിലും എനിക്ക് തന്ന ഒരു ഡിവിഷനിൽ ഉള്ള ജോലി എല്ലാ അക്കാദമികളുടെയും മേൽനോട്ടം നമുക്കാണ്. സാഹിത്യ അക്കാദമി, ലളിത് കലാ അക്കാദമി, സംഗീത നാടക അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അങ്ങനെ കുറേ ഉണ്ട്.
അപ്പോൾ ഈ അക്കാഡമികളിലൊക്കെ നമ്മൾ ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ളതിലേക്ക് അവിടെ പോയിരിക്കാം മീറ്റിങ്ങിലൊക്കെ. അങ്ങനെ ഞാൻ എല്ലാ അക്കാദമികളുടെ മീറ്റിങ്ങിലും കൃത്യമായി പോയിരിക്കും. എന്തിനെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി കൂടുതൽ അറിയാനാണ്. അങ്ങനെ ലളിത് കലാ അക്കാഡമിയുടെ മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ ഞാൻ ഈ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വരുമല്ലോ. അപ്പോൾ ഈ ഇതിനകത്ത് മോസ്റ്റ് ഒരു എന്താ പറയേണ്ടത്, ഒരു എക്സെൻട്രിസിറ്റിയോട് കൂടി ജീവിക്കുന്ന കൂടുതലും ഈ ചിത്രകാരന്മാരാണ്. അപ്പോൾ ഇവർ വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. ബിക്കോസ് അതിപ്പോൾ എനിക്ക് മനസ്സിലായി അവർ എന്തുകൊണ്ട് അങ്ങനെ ആയെന്നുള്ളത്. അങ്ങനെ ഐ ടുക്ക് എൻ ഇൻട്രസ്റ്റ് ഇൻ ദം. പലരുമായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് അടുത്തു, അവരുടെ എക്സിബിഷൻസ് കാണാൻ പോയി, ചിലത് ഉദ്ഘാടനം ചെയ്യാൻ പോയി, ചിലർ നമ്മളെ സ്റ്റുഡിയോയിൽ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവരുടെ സ്റ്റുഡിയോ വർക്കെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമായെന്നറിയാമോ. കാരണം ഇത്രയും കെയോട്ടിക്കായിട്ടുള്ള ഒരു പ്രദേശം ഭൂമുഖത്തുണ്ടാവില്ല. ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റുഡിയോ പോലെ യാതൊരു ഓർഡറും ഇല്ലാത്ത ഒരു സ്റ്റുഡിയോ സ്ഥലം വേറെ എങ്ങും ഉണ്ടാവില്ല. കാരണം പകുതി ചെയ്ത ബ്രഷ് അവിടെ ഒരു ബ്രഷ് പകുതി കഴുകാത്തത് തുടങ്ങി ടോട്ടൽ കമോഷൻ. ആ കമോഷൻ്റെ ഹാർമണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ജീവിക്കാൻ സാധിച്ചെങ്കിൽ എന്നുള്ള എൻ്റെ ഉള്ളിൽ അനാർക്കിസ്റ്റ് എന്നോട് പറയണം, ഇതാണ് ജീവിതം. അല്ല നിന്നെപ്പോലെ രാവിലെ സൂട്ടും എടുത്ത് കയറ്റി കാറിൽ ഇങ്ങനെ എടുത്ത് പോകുന്നതല്ല. ഇതാണ് ജീവിതം. അങ്ങനെ ഞാൻ ഒരുപാട്, പിന്നെ അവിടുത്തെ ലളിത് കലാ അക്കാഡമിയിലെ ഗാലറി, നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്, അങ്ങനെ എല്ലായിടത്ത് പോയാലും നമ്മുടെ ഗാലറികളുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ടും പെയിൻറ്റിങ്സുമായിട്ടും പരിചയപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ വലിയ ആർട്ടിസ്റ്റുകളെ കാണാനിടയായി. അവരുടെ വലിയ വലിയ എക്സിബിഷൻസ് അവിടെ നടത്തപ്പോൾ അതൊക്കെ കാണാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ സാധിച്ചു എനിക്ക്. ഇപ്പോൾ അമൃത സർക്കിളിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഞങ്ങളവിടെ NGMയിൽ പ്രദർശിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ എത്ര പേരുടെ. അപ്പോൾ ഇവരുടെയൊക്കെ മഹത്വം എന്താണ് എന്ന് ഞാൻ പഠിക്കുകയാണ് അങ്ങനെ, കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പോയൊരു ഗാലറി ബുക്ക് ചെയ്തു. ഒരു ദിവസം പോയിട്ട് ഞാൻ ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ ഒരു ഫെബ്രുവരി മാസമായപ്പോഴത്തെ ഒക്ടോബറിലേക്ക് ഗാലറി സ്പേസ് ബുക്ക് ചെയ്തു. അപ്പോൾ നാഷണൽ ഗാലറി നമ്മുടെ ലളിത കലാ അക്കാഡമിയാണ്, നമുക്ക് പരിചയമുള്ളവരാണ്. അപ്പോൾ അവർ ചോദിച്ചു എത്ര പെയിൻറ്റിങ് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 3x3 സൈസിലൊരു 30 എണ്ണം കാണും. 3 സെൻറ്റിമീറ്റർ അല്ല, 3 ഫീറ്റ്, 90 സെൻറ്റിമീറ്റർ. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ പോയിട്ട് ഖാൻ മാർക്കറ്റിൽ പോയി ഒരു 5-6 ക്യാൻവാസൊക്കെ വാങ്ങി, പെയിൻറ്റ് ബ്രഷൊക്കെ വാങ്ങി. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ അന്താളിച്ച് പോയി. എന്താണ് ഉദ്ദേശം? ഞാൻ പറഞ്ഞു ഒക്ടോബർ 22 എക്സിബിഷനാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല. ഇതിൽ മിക്കവാറും അത് നടക്കും. കാരണം എന്തെന്ന് വെച്ചാൽ യു ആർ നോട്ട് ട്രെയിൻഡ്. അങ്ങനെ ഞാൻ ചിലരുടെയൊക്കെ എൻഡോഴ്സ്മെൻ്റൊക്കെ വാങ്ങി. ഷാലേ ഗോ ഹെഡ് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങൾക്ക് ട്രെയിനിങ് ഇല്ലെന്നുള്ളത് കണ്ടാലറിയാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, അത് മതി. ആ ക്രിയേറ്റീവ് എനർജി നിങ്ങൾ ടാപ്പ് ചെയ്യൂ, യു വിൽ ബി ഏബിൾ ടു ഡു വെൽ. ഇപ്പോൾ അത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാനിപ്പോൾ ഈ 17-ാം തീയതി തിരുവനന്തപുരത്ത് തന്നെ ഒരു ചെറിയ എക്സിബിഷനുണ്ട്. ഒരു 35-40 എക്സിബിറ്റ്സ് ഉണ്ട്, പുതിയതും പഴയതും. ഞാൻ എൻ്റെ പഴയ പെയിൻറ്റിങ്സ് കാണുമ്പോൾ എനിക്കിപ്പോൾ അത് ഇഷ്ടമാവുന്നില്ല. ബിക്കോസ് ഐ മസ്റ്റ് ഹാവ് ഔട്ട്ഗ്രോൺ. ആ ഫേസ് ഔട്ട്ഗ്രോ ചെയ്തിട്ട് എനിക്ക് ഇത് കുറച്ച് ഇത്തിരി ബാലിശമായി പോയി, ഇത് വേണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഡിസ്കാർഡ് ചെയ്യും, ചിലത് ഓവർ പെയിൻറ്റ് ചെയ്യും, ചിലത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് ഒരു ലേറ്റ് എൻട്രൻ്റാണ് ഞാൻ ചിത്രകലയിൽ. പക്ഷേ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇത്തിരി ഒരു ആത്മധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ തന്നെ ചില പെയിൻറ്റിങ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചല്ലോ. നമ്മൾ കവിതയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കോളേജിൽ എഴുതിയ കവിത ഇപ്പോൾ നമ്മുടെ ആന്തോളജിയിൽ നമ്മളിപ്പോൾ ഉൾപ്പെടുത്തില്ല. ആയതുകൊണ്ട് ഞാൻ മാറിവാനേഴ്സിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടിയെ നോക്കി നമ്മൾ കവിത എഴുതുമല്ലോ. അവളെന്നെ കണ്ട് ചിരിച്ചില്ല, അവൾ പൊക്കളഞ്ഞു, മനസ്സിലായില്ലേ? ഇപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മൂക്കത്ത് അയ്യോ ഇതൊക്കെ നീ എന്തിനിടെ കവിത എഴുതിയതെന്ന് എന്നോട് തന്നെ ചോദിക്കും. അത് അന്നത്തെ പ്രായത്തിൽ നമുക്കിതൊക്കെ വലിയ സംഭവമാണ്. നമുക്ക് പ്രിയപ്പെട്ട ഒരുവേള നമ്മളെ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ പാട്ട് അവൾ പാടിയില്ല. യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മൾ വലിയ നിർദ്ദേശങ്ങൾ അതൊന്നും ഇപ്പോൾ കൊണ്ടുവന്ന് നോക്കൂ, ഭയങ്കര ഹിറ്റാവും. കാരണം ആ പ്രായത്തിലുള്ള എത്രയോ പേര് ഇത് കേൾക്കാൻ കാത്തിരിക്കണു, കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കവിതയൊക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത് പോലെ, കാരണം എൻ്റെ കവിതയുടെ ഫംഗ്ഷൻ വേറെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എന്ന് പറയുന്ന പോലെ എൻ്റെ പഴയ പെയിൻറ്റിങ്ങുകൾ ചിലതൊന്നും എനിക്കിപ്പോൾ ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് അതെൻ്റെ ബാലലീലകൾ, ചാബല്യങ്ങളായിട്ട് ഞാൻ മാറ്റുന്നു. വിച്ച് മീൻസ് ഐ എം ഗ്രോയിങ് ആസ് എൻ ആർട്ടിസ്റ്റ്. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. ഇപ്പോൾ ഇനി ദർബാർ ഹോളിലൊക്കെ ഒന്ന് വെക്കണം. ഇപ്പോൾ എനിക്കിത് ധൈര്യം വന്നുകൊണ്ടിരിക്കുകയാണ് ആസ് എൻ ആർട്ടിസ്റ്റ്. അല്ല, അത് കല എങ്ങനെയാണല്ലോ, നമ്മൾ ഒരിക്കലും കലയെ കോൺകർ ചെയ്യുന്നില്ല. ഇത് എവറസ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ ഒരിക്കലും എത്തുന്നില്ല, പക്ഷേ യു കീപ് മൂവിങ്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്.
അതുകൊണ്ടാണ് നമ്മൾ യേശുദാസ് ഇപ്പോഴും പറയും ഞാൻ ഇപ്പോഴും പഠിക്കുകയാണെന്ന് പറയുന്നത് വെറുതെ അല്ല, അത് കവടവിനയമല്ലത്. ഹി മീൻസ് ഇറ്റ്. പുതിയ കീർത്തനങ്ങൾ പഠിക്കുന്നു, ഇവരാരും അധികം പാടിയിട്ടില്ലാത്ത കീർത്തനം പഠിക്കുന്നു, പുതിയ രാഗം പഠിക്കുന്നു. കാരണം സമുദ്രമാണ് ഇങ്ങനെ കിടക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഏത് കലയും അങ്ങനെ തന്നെയാണ്. ദ മോർ യു ലേൺ ദ മോർ റിമെയിൻസ് ടു ബി ലേൺഡ് ഇല്ലേ? അതാണ് എൻ്റെ. സംഘർഷങ്ങളാണല്ലോ ഒരു ജീവിതത്തിനെ കുറേ കൂടെ നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. വാട്ട് വാസ് പ്രോബബ്ലി ദ ടഫസ്റ്റ് തിങ് ദറ്റ് യു ഹാഡ് ടു ഫേസ് ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്? പലരും എന്നോട് ചോദിക്കും സാറിന് എന്താ സംഘർഷം? തരക്കേടില്ലാത്ത ജോലി, അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യം, അധികാരം, ആരോഗ്യത്തിനൊന്നും വലിയ കുഴപ്പമില്ല, ഒരു ഭാര്യ 2 പിള്ളേരും, എന്താ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള ആളുകളും ഉണ്ട്. കവിതയും കലയും ഒക്കെ സംഘർഷത്തിൽ നിന്നല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ സംഘർഷം എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നാം. മലയാളത്തിലെ ഈ ബുദ്ധിജീവി നിരൂപകർ ഒക്കെ ഇതേ അഭിപ്രായം ആർജിച്ചിട്ട് ഇയാൾക്കൊരു സംഘർഷവുമില്ല എന്നും ഇതൊക്കെ കപട സംഘർഷമാണ് എന്നും അതുകൊണ്ട് ജയകുമാറിൻ്റെ കവിതയൊന്നും കാര്യമുള്ളതല്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വിഭാഗം നിരൂപകർ ഇപ്പോഴും മലയാളത്തിലുണ്ട്. എനിക്ക് അവരോട് പരാതിയൊന്നുമില്ല. കാരണം അവർ പറയുന്നത് സത്യമല്ല, പക്ഷേ അവരങ്ങനെ പറയുന്നതിൽ തെറ്റുമില്ല. എന്താണ് ഞാനങ്ങനെ പറയാൻ കാര്യം? കാരണം അവർ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഘർഷമൊന്നുമില്ല. പിന്നെ ഏറ്റവും പ്രധാനം കവിതയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ചിത്രകലയിലെ സംഘർഷം വേറെയാണ്. അവർ നോക്കുമ്പോൾ എന്താണ്, അധികാരത്തിൻ്റെ ഭാഗമായിരിക്കുന്നയാൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് അധികാരത്തോട് സത്യം പറയേണ്ട കവിതയിൽ നീ എങ്ങനെ അഭിരമിക്കും? പോയട്രി ടോക്സ് ട്രൂത്ത് ടു പവർ എന്നാണല്ലോ അല്ലേ? അധികാരത്തിൻ്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയുകയും രാജാവ് നഗ്നനാണെന്ന് പറയുകയും ചെയ്യുന്ന കുട്ടിയാണ് കവി ആണല്ലോ. അങ്ങനെ ഇരിക്കെ ഈ രാജാവിൻ്റെ തന്നെ സെറ്റപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നീ എന്ത് പറയും അല്ലേ? ചോദ്യം അതാണ് ഞാൻ പറയാം. അവർ അങ്ങനെ ജയകുമാറിൻ്റെ കവിതകളിൽ സംഘർഷമില്ല എന്നവർ പറയുന്നതിൽ ന്യായമുണ്ട്, എന്നാൽ സത്യമില്ല. അവരങ്ങനെ വിചാരിക്കുന്നതിൽ ന്യായമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് എൻ്റെ സംഘർഷം? ഞാൻ അധികാരത്തിൻ്റെ ഭാഗമല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഐ വാസ് പാർട്ട് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കാനോ അത് നമ്മളെക്കൊണ്ട് സാധിക്കില്ല. ചിലരൊക്കെ അങ്ങനെ വിമർശിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളൊക്കെ പഴയ സ്കൂളിൽപ്പെട്ട കോണ്ടക്ട് റൂൾ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് ആ വിമർശനമല്ല, ഒരു വ്യക്തിയെയോ ഒരു മന്ത്രിയെയോ വിമർശിക്കലല്ല. ടോക്കിംഗ് ട്രൂത്ത് ടു പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് വാട്ട് ലൈക്ക് എനി അതർ പോയറ്റ് ഐ ആം ഓൾസോ ട്രൈങ് ടു ഡു. അവിടെ ഈ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലെ ഇല്ലായ്മകൾ, സമൂഹത്തിലെ പൊരുത്തക്കേടുകൾ, സമൂഹത്തിലെ അധാർമികതകൾ, സമൂഹത്തിലെ ചൂഷണങ്ങൾ തുടങ്ങി നമുക്ക് പുറമേ കാണാത്ത ഒരുപാട് വൈകല്യങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ സമൂഹവും ജീവിതവും. ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കറപ്ഷൻ നടത്തുക എന്നുള്ള ഗവൺമെൻറ് നയമാണോ? അല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഴിമതിയെ നമുക്ക് എതിർക്കുന്നതിൽ തെറ്റില്ലല്ലോ. അധാർമികമായ ജീവിത വ്യവസ്ഥകളെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ഗവൺമെൻറ്റിനെ വിമർശിക്കുകയല്ല, അത് ഇന്നത്തെ സമൂഹത്തിലെ പുഴുക്കുത്തുകളെ നമ്മൾ വിമർശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അധികാരത്തിൻ്റെ ഭാഗമായി ഇരിക്കുകയും അധികാര വ്യവസ്ഥയുടെ ഭാഗമായി നിന്ന് ജീവിക്കുകയും ശമ്പളം വാങ്ങിക്കുകയും ചെയ്യുമ്പോഴും ആ അധികാര വ്യവസ്ഥ പെർപ്പച്വേറ്റ് ചെയ്യുന്ന അധാർമികതകളെ സംരക്ഷിച്ചു കൊള്ളാനുള്ള ഒരു ബാധ്യതയും നമുക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തിനോട് എതിർക്കുകയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സത്യത്തിൻ്റെ ഭാഗത്ത് നിലയുറപ്പിക്കുകയും ജനപക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഉണ്ട് എങ്കിൽ, ആ ഒരു കവി മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കവിതയിൽ സംഘർഷവുമുണ്ട്, നമ്മുടെ ഉദ്യോഗത്തിൽ ആത്മാർത്ഥതയുമുണ്ട്. ഈ ഒരു സമവാക്യം കണ്ടെത്തിയതാവണം ഞാൻ കവിയായിട്ട് ഇപ്പോഴും തുടരുന്നതിൻ്റെ കാരണം. എൻ്റെ ആദ്യത്തെ കവിതാ പുസ്തകം ഇറങ്ങുന്നതിൻ്റെ 35-ാം വയസ്സിലാണ്. ഇപ്പോൾ എനിക്ക് 75 വയസ്സാവാൻ പോകുന്ന 40 വർഷവും ഞാൻ എഴുതിക്കൊണ്ടിരുന്നതിൻ്റെ കാരണവും അതിനകത്ത് 60 വർഷം മാത്രമല്ല അതിന് ശേഷവും ഞാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടൊക്കെ ജീവിക്കുമ്പോഴും ബിക്കോസ് മൈ സിമ്പതീസ് ആർ വിത്ത് ദ പുവർ ആൻഡ് ദ ഡൗൺ ട്രോഡൻ. ഈ അധാർമികത കൊണ്ട് കഷ്ടപ്പെടുന്നവരോടൊപ്പം എൻ്റെ മനസ്സ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അത്തരം പ്രവൃത്തികളിൽ ഞാൻ സ്വയം വ്യാപരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും അവരോടൊപ്പം നിന്നിട്ട് ഈ അധാർമികതകളെ എതിർക്കാനുള്ള ശേഷി
ഞാൻ ആർജിച്ചിട്ടുള്ളതാണ് എൻ്റെ കവിതയുടെ ശേഷി. അത് എന്നിലെ ഉദ്യോഗസ്ഥനെ നേർവഴിക്ക് നടത്താനും അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായി എനിക്കൊരുപാട് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്നിലെ കവിയാണ് എന്നിലെ ഉദ്യോഗസ്ഥനെ നേർവഴിക്ക് നടത്തിയതും റിട്ടയർമെൻറ്റിന് ശേഷം പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ തന്നെ സാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കാനും അവർക്ക് വന്ന് നമ്മളോട് സംസാരിക്കാനും എല്ലാം ഉള്ള അവകാശങ്ങൾ ഞാൻ കൊടുക്കുകയും സ്വാതന്ത്ര്യം കൊടുക്കുകയും ട്രാപ്പിങ്സ് ഓഫ് പവറിൽ വീഴാതിരിക്കാനും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് കവിത തന്നതാണ്. സോ കവിതയാണ് എൻ്റെ പരിരക്ഷകൻ. എൻ്റെ രക്ഷകനെന്ന് പറയുന്നത് കവിതയാണ്. ആ കവിതയില്ലായിരുന്നുവെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭു ആയിട്ട് ഈ അധികാരത്തിൻ്റെ പങ്ക് പറ്റി സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം. സാറിന് അച്ഛനെ പോലെ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അല്ല, എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഓരോരോ അസൗകര്യങ്ങൾ വരും. ഒന്ന് നമ്മളെ കയ്യിൽ കവിത എഴുതുമ്പോൾ അല്ലല്ലോ. കവിത എഴുതാൻ കുറച്ച് നല്ല ഒറ്റപ്പെട്ട സമയവും ഒരു പേപ്പറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ ഇത് പൈസ വേണ്ടേ? ആരെങ്കിലും പണം മുടക്കണ്ടേ? പണം മുടക്കുന്നവൻ ഈ പടം വിജയിക്കുമോ മുടക്കിയ കാശ് കിട്ടുമെന്ന് ഉറപ്പ് വേണ്ടേ? ഉറപ്പ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ കഥയിൽ ചെയ്യണ്ടേ? അതൊന്നും ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷേ ആഗ്രഹമുണ്ടെന്ന് മാത്രമല്ല, ഞാൻ 1-2 ഡോക്യുമെൻ്ററികൾ എടുത്തു, ഒരു കുട്ടികളുടെ പടം എടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയാമോ ഇല്ലയോ എന്ന് സ്വയം പരീക്ഷിച്ചതാണ് ഞാൻ. അത് വർണ്ണച്ചിറകളെന്നൊരു പടം ഞാൻ 1999 എടുത്തു. അന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കേണ്ട അച്ഛൻ തന്നെയാണ് സ്വിച്ച് ഓൺ ചെയ്തത്. അപ്പോൾ അച്ഛൻ വന്ന് 2 ദിവസം ഷൂട്ടിംഗ് എല്ലാം കണ്ടു. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് പടം എടുത്ത ആളാണല്ലോ, ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, നിനക്ക് ഡയറക്ഷൻ അറിഞ്ഞുകൂടാ എന്നുള്ള വിചാരത്തിലാണ് ഈ കൂടെ നിൽക്കുന്നവരെല്ലാവരും. അത് മനസ്സിലായിക്കോണം. ഒന്നും അറിഞ്ഞുകൂടാതെ വന്ന് എന്തോ പടം എടുക്കാൻ പോകണം എന്നുള്ള ധാരണയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 100 അഭിപ്രായങ്ങൾ പറയും. ക്യാമറ ഇവിടെ വയ്ക്കാം, അവിടെ വെച്ചാൽ ഗംഭീരമായിരിക്കും, സാർ ഇങ്ങനെ വെച്ചോ, ഈ ലെൻസ് ഇട്ടോ എന്നൊക്കെ പറയും. ഒന്നും ശ്രദ്ധിക്കരുത്. നമ്മുടെ മനസ്സിൽ എന്ത് ഫ്രെയിമാണോ ഉള്ളത് ആ ഫ്രെയിം എടുത്തുകൊള്ളുക, പൊക്കോളുക. അല്ലാതെ ഓരോരുത്തർ പറയുന്നത് പോലെ ക്യാമറ എടുത്ത് മാറ്റി വെച്ച് ഇവിടെ വെച്ച് ആംഗിൾ മാറ്റിക്കൊണ്ട് പടം എടുക്കുക. യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അതാണ് എൻ്റെ അച്ഛൻ. ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 ദിവസം, അത് 15-20 ദിവസം എടുത്തുള്ള പടം എടുക്കാൻ. ആദ്യത്തെ 3 ദിവസം ഞാൻ കൊച്ചു ഡയറിയിൽ സീനിൻ്റെ ഷോട്ടെല്ലാം കുറിച്ച് വരച്ചുകൊണ്ടൊക്കെ പോകും. ക്യാമറ എവിടെ 2 ദിവസം കഴിയുമ്പോൾ മനസ്സിലായേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ട് അത് അറിയാം. നമുക്ക് ഈ ഷോട്ട് ഇങ്ങനെ വരും, ഇതിൻ്റെ കൗണ്ടർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക് യു ഗെറ്റ് എ ഫീൽ ഓഫ് ഇറ്റ്. ആ ഫീൽ ഇപ്പോഴും എനിക്കുണ്ട്. അത് ഞാൻ പടം എടുക്കും. ഇനി കൂടുതൽ വയസ്സാവുന്നതിന് മുമ്പ് പടം എടുക്കണം. അടുത്ത വർഷം നോക്കട്ടെ. അപ്പോൾ എന്തുമാത്രം അച്ചീവ് ചെയ്തൊരു വളരെ റിച്ച് ആയൊരു ലൈഫാണ് സാറിൻ്റെ. ബട്ട് ഇഫ് ദർ ആർ 1 or 2 more things that you wish to do, അതിൽ ഫിലിം മേക്കിംഗ് വേറെ എന്തെങ്കിലും? ഇനിയിപ്പോൾ അതിനൊന്നും വലിയ സമയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഫിലിം മേക്കിംഗ് ഓഫ് കോഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ ഇപ്പോൾ എഴുതുന്നുണ്ട് സിനിമയിൽ. അതൊക്കെ ചെയ്യണം. പിന്നെ സംഗീതത്തിൻ്റെ ലോകത്ത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ സിനിമാ സംഗീതം മാത്രമല്ലേ ചെയ്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അല്ലാതെ കേരളത്തിന്, മലയാളത്തിന് നഷ്ടപ്പെട്ട ഒരു ലളിത ഗാനധാരയുണ്ട്. സുഗമ സംഗീതത്തിൻ്റെ ഒരു ധാരയുണ്ട്. ഒരു കാലത്ത് തരംഗിണി മ്യൂസിക്കും നമ്മുടെ കാസറ്റ് ഇൻഡസ്ട്രിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ സമർത്ഥമായിട്ടുള്ള ഒരു പാരലൽ മ്യൂസിക് ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പോൾ അത് പോയി. യൂട്യൂബിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പാട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് പണ്ട് തരംഗിണി കാസറ്റ് ഇറങ്ങുന്ന പോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ ശബരിമലയൊക്കെ പോകുമ്പോൾ പഴയ ശരണ തരംഗിണി തന്നെയാണ് ഇപ്പോഴും അവിടെ പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം പാട്ടുകളൊന്നും പോപ്പുലർ ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗാനശാഖയ്ക്ക് എന്തുകൊണ്ട് നമുക്ക് വഴി കൊടുത്തുകൂടാ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ എനിക്കിടയ്ക്ക് വരും. ടാഗോറിനെ പോലെ, ഗുരുദേവ് ടാഗോർ 65-70 വയസ്സിലൊക്കെ ആണല്ലോ 60 വയസ്സിലാണ് പെയിൻറ്റിങ് തുടങ്ങിയത്. പിന്നെ 3000 പാട്ടുകൾ എഴുതി കമ്പോസ് ചെയ്ത് കുറേ പാടിയിട്ടുമുണ്ട്. അതിൽ നിന്ന് ബംഗാളിലെ രവീന്ദ്ര സംഗീതം എന്നുള്ള നിലയ്ക്ക് വളരെ വ്യാപകമാണ്. രവീന്ദ്ര സംഗീതം അറിയാത്ത ഒരു കുട്ടിയുമില്ല. നമുക്ക് അങ്ങനെ ഒരു സംഗീതമില്ല. ഞാൻ ടാഗോറിനെ പോലെയാണെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു സംഗീതം ഉണ്ടായിക്കൂടാ? നമുക്ക് എന്തെല്ലാം ഇപ്പോൾ സിനിമയിലെ സന്ദർഭത്തിൽ മാത്രം പാട്ട് പോരില്ല. അത് തന്നെ ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പം തന്നെ പഴയ പാട്ടുകളല്ലേ നമുക്കുള്ളൂ സന്ദർഭത്തിൽ. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ഗസൽസ് ഇല്ലേ? നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ മുംബൈ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ച് ഗസൽസ് നമുക്ക് കിട്ടി ഇല്ലേ? മുംബൈ പോയതോടുകൂടി അതും ഏറെക്കുറെ പോയ മട്ടാണ്. കേരളീയമായിട്ടുള്ള ഗസലുകൾ, കേരളീയമായിട്ടുള്ള ലളിതഗാനങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊക്കെ സാമ്പത്തിക ഒരു വലിയ വിഷയമാണ്.
കലയുള്ളവന് പൈസയില്ല, പൈസയുള്ളവരിൽ കലയില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ആശയങ്ങൾക്ക് പഞ്ഞമില്ല, പക്ഷെ വേർ ഇസ് എ മണി. അപ്പോൾ പൈസ ഉള്ളവരെ കൊണ്ടത് ഇത് ഇട്ടാൽ കിട്ടുമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എനിക്ക് പിന്നെ അതിനൊന്നും വലിയ നേരമില്ല, പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഒരു സ്കോപ്പുണ്ട്. ഈ പരിപാടി കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ചെയ്യൂ. പിന്നെ പ്രണയം പിന്നെ യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്, ഏത് തലമുറയ്ക്കും പ്രേമിക്കാം. പ്രണയങ്ങൾ പുതിയ പുതിയ രീതിയിൽ പ്രണയിക്കൂ, പാട്ടുകൾ എഴുതൂ, അല്ലേ? പ്രണയമുണ്ട്, പിന്നെ എന്തെല്ലാം തരത്തിലുള്ള പ്രകൃതിയുണ്ട്, നമുക്ക് ഋതുക്കളുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റെന്തെല്ലാം സംഭവങ്ങളും അവസ്ഥകളുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പാട്ട് എഴുതിക്കൂടെ? അങ്ങനെ ഒരു ഗാനശാഖയ്ക്ക് ഇപ്പോഴും കേരളത്തിൽ സ്കോപ്പുണ്ട്. അത് ഞാൻ തന്നെ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് എഴുതുകയും ചെയ്യാം കേട്ടോ. ഞാൻ നിർബന്ധിക്കുന്നു, കാല് പിടിക്കുന്നു. അല്ല, എഴുതാനും പറ്റും. ഇപ്പോൾ കുറച്ച് എളുപ്പമാണ്, യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ. അതെ, ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും മാസത്തിലൊരു പാട്ട് വെച്ച് അപ്ലോഡ് ചെയ്യണത്, പക്ഷെ അതിനുള്ളൊരു സാഹചര്യമില്ല. പൈസ മാത്രമല്ല, സമയം, സാഹചര്യം ഒക്കെ വേണ്ടേ. അപ്പം നിങ്ങളാരെങ്കിലും ചെയ്യണം അത് കേട്ടോ. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി ഒരു വാക്കിൽ സാറിൻ്റെ ഒരു എന്തായിരിക്കും പറയുക? ഒന്ന്, ജീവിതത്തിനോട് വളരെ കൃതജ്ഞതയോടുകൂടി ജീവിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ്. ബി ഗ്രേറ്റ്ഫുൾ ടു ലൈഫ് ബിക്കോസ് ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അത് ഓപ്പർച്യൂണിറ്റി അല്ലാതാക്കിയത് നമ്മുടെ തന്നെ കൈയിരിപ്പ് കൊണ്ടാണ്, അല്ലാതെ ജീവിതം ഒന്നും ചെയ്തതല്ല. സോ ബി ഗ്രേറ്റ്ഫുൾ ടു ലൈഫ്, എൻജോയ് എവറി മിനിറ്റ്, ബിക്കോസ് ഈ അനന്തമായ കാലത്തിലെ ഒരു കൊച്ചു ബിന്ദു മാത്രമാണ് നമ്മൾ. അത് എപ്പോഴും പൊട്ടിപ്പോവാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഹൃദയത്തിന് സമ്പന്നത കിട്ടുന്ന, സംതൃപ്തി കിട്ടുന്ന ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് ഈ കൊച്ചു ജീവിതത്തെ പൊലിപ്പിച്ചെടുക്കണം. വർണ്ണം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം എന്ന് കവി പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ നിറം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് കളർലെസ് ആയിട്ട് പോകും. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഗിവ് ഇറ്റ് കളർ. അങ്ങനെയുള്ളൊരു ജീവിതം അത് ഈ ഗ്രേറ്റ്ഫുൾ ലൈഫാണെങ്കിൽ പറ്റും. പിന്നെ വിദ്വേഷങ്ങളില്ലാതിരിക്കുക എന്നുള്ള വലിയ പ്രധാനമാണ് കേട്ടോ. നമ്മൾ ജീവിതത്തിൽ പലരുമായിട്ടും ഇടപെടും. ചിലരൊക്കെ നമ്മളൊക്കെ ഇട്ട് വേല വയ്ക്കും, നമുക്ക് നമ്മളോട് മോശമായിട്ട് പറയാം, അപ്പോൾ നമുക്ക് വിഷമം വരും. വിഷമമൊക്കെ ലെജിറ്റിമേറ്റ് ഫീലിംഗ് ആണ്. വിഷമത്തിന് അപ്പുറത്തേക്ക് അത് വിദ്വേഷമാക്കരുത്, വിട്ടേക്കണം. അത് ഗ്രഡ്ജ് വെക്കാനേ പാടില്ല. ഗ്രഡ്ജ് വെച്ചാൽ നമ്മുടെ ജീവിതം തകരും. നമുക്കാണ് ദോഷം. അതൊക്കെ അപ്പോഴേ എടുത്ത് കളഞ്ഞേക്കണം. വിഷമം കഴിഞ്ഞു പോയി, അത് പോട്ടെ, ഗോ ഫോർവേഡ്. അത് ക്രിസ്തു പറയുമല്ലോ. യേശു ഇക്കാര്യത്തിലൊരു നമ്മുടെ ഒരു മാസ്റ്ററാണ്. നീ നിൻ്റെ സഹോദരനോട് കലഹിച്ചെങ്കിൽ അത്താഴത്തിന് മുമ്പ് അവനോട് രമ്യപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. കലഹിച്ചിട്ടുണ്ട്, അതിൻ്റെ റൈറ്റ്, നീ കലഹിച്ചോ, പക്ഷേ അത്താഴത്തിന് മുമ്പ് അവനോട് രമ്യപ്പെടാനാണ് പറയുന്നത്. ഡോണ്ട് സ്ലീപ്പ് ഓവർ ഇറ്റ്. അത്താഴം കഴിഞ്ഞ് ഉറങ്ങുമല്ലോ, അതിന് മുമ്പ് രമ്യപ്പെടാൻ. ക്രൈസ്റ്റിനെ പോലെ അത് പിന്നെ വേറൊരു വിഷയമാണ്, വേറൊരു ദിവസം പറയാം. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആരെപ്പറ്റി ഓർത്താൽ എൻ്റെ കണ്ണുകൾ അറിയാതെ നനയുമ്പോൾ അത് ക്രിസ്തുവാണ്. സോ ക്രൈസ്റ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ജീവിതയാത്രയിലെ കൂടെ ഉള്ളൊരാളാണ്. ഇപ്പോഴും ഞാനൊരു കവിത എഴുതി അയച്ചതേ ഉള്ളൂ, കേരള കൗമുദി ഓണം വിശേഷ പ്രതിക്ക്, ജീസസ് നീ എത്ര ധീരൻ. അതുപോട്ടെ, അത് വേറൊരു വിഷയമാണ്. സാറിൻ്റെ രഹസ്യ ജീവിതത്തെ പറ്റി ചോദിക്കാൻ മറന്നു. അത് രഹസ്യമായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ജീവിതത്തിൽ രഹസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ നിറഞ്ഞ ജീവിതം എന്നല്ല അർത്ഥം. പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതും അധികം ആരോടും സംസാരിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ജീവിതം. ശരിക്കും പറഞ്ഞാൽ ആ രഹസ്യ ജീവിതത്തിൻ്റെ അറയിൽ നിന്നാണ് ഞാൻ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നത്. അവിടെ നിയമങ്ങളൊന്നുമില്ല. ഈ ഭൂലോകത്ത് ബാധകമായ, സമൂഹത്തിൽ ബാധകമായ ഇവിടുത്തെ ന്യായ സംഹിതയൊന്നും അവിടെ പ്രസക്തമേ അല്ല. അവിടെ ഞാൻ ഹൃദയത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നു, എനിക്ക് തോന്നിയതെല്ലാം സങ്കല്പിക്കുന്നു, ആ സങ്കല്പത്തിൻ്റെ ലഹരിയിൽ ജീവിക്കുന്നു, ചിലപ്പോൾ എഴുതുന്നു. അത് വേറൊരു ലോകമാണ്. അത് എനിക്ക് മാത്രം അഭിഗമ്യമായ ഒരു രഹസ്യ ലോകം. അവിടെ ഫാൻറ്റസികളാണോ ആണെന്ന് എനിക്ക് തോന്നണില്ല. നമ്മുടേതായിട്ടുള്ളൊരു ലോകമുണ്ട് അവിടെ. അവിടെ ഞാൻ ആരോടും ഉത്തരവാദിത്വം, ഐ എം നോട്ട് അക്കൗണ്ടബിൾ ടു എനിവൺ. അവിടെ പിന്നെ ഈ പറഞ്ഞ വിലക്കുകളോ അരുതുകളോ ഒന്നുമില്ല. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ജീവിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് പ്രചോദനം കിട്ടുന്നു. അതെൻ്റെ എഴുത്തിലും ഭാവനകൾക്കും കൽപ്പനകൾക്കുമെല്ലാം ഒരു പെരണിയൽ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനാണ്. അത് കൂടുതൽ പറയാൻ പാടില്ലത്. അത് ബട്ട് ഐഡിയലി എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും ജീവിതത്തിനെ പഴിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കതിന് സ്വാതന്ത്ര്യമില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പറ്റായികകളുണ്ടാവും. എങ്കിൽ മാത്രമേ സമൂഹം മുമ്പോട്ട് പോകുള്ളൂ. പക്ഷേ ഇൻ യുവർ
ഇൻ യുവർ മോസ്റ്റ് പേഴ്സണൽ ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലോകം ഉണ്ടാക്കാമല്ലോ. അവിടെ സ്നേഹത്തിന് അതിരുകളില്ല, പ്രണയത്തിന് അതിരുകളില്ല, ഒന്നിനും അതിരുകളില്ല, ഇല്ലേ? പക്ഷേ നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ടുള്ള ജീവിതമല്ല കേട്ടോ, രഹസ്യ ജീവിതമല്ല. അതെ, പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ടുള്ള രഹസ്യ ജീവിതം നിങ്ങൾക്ക് നിത്യ യൗവനം പ്രദാനം ചെയ്യും. അതാണ് എൻ്റെ. ഞാൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് വളരെ ഇൻസ്പയർഡ് ആയത് ഒരു വാചകം, സാർ ഇത്രയും വർഷം ഗവൺമെൻറ് സർവീസിൽ ഇരുന്നിട്ടും ഇത്രയധികം നെഗറ്റീവ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും യു നെവർ ചോസ് ടു ബി സിനിക്കൽ ഓഫ് ഇറ്റ്, നോട്ട് അറ്റ് ഓൾ. ഓൾവേസ് അപ്രീഷിയേറ്റീവ് ഓഫ് വാട്ട് എവർ ഇസ് കമ്മിങ്. നമുക്ക് ശത്രുക്കളുണ്ടാവും, നമ്മളോട് ശത്രുതയുള്ളവരുണ്ടാവും, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കിയവരുണ്ടാവും. വരട്ടെ, നമുക്കെന്ത് പേടിക്കാനാണ്? പലരും തിരിച്ചു വന്ന് റിഗ്രറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട് കേട്ടോ. ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചു, സാറിനെതിരെ ഞാനിങ്ങനെ പറഞ്ഞത് അറിയാതെ ചെയ്തത്, അപ്പോൾ അതൊക്കെ പോയിട്ടില്ല, കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിടുക എന്നുള്ളതല്ലാതെ അയാൾക്ക് അപ്പോഴത് ശരിയാണെന്ന് തോന്നി അയാൾ ചെയ്തു. നമ്മൾ അയാളുടെ ഒരു ഷൂസിൽ കയറി നിന്നാൽ മതി, അതൊക്കെ പോട്ടെ. സാറിനെ ഓഫീസിലുള്ള ഫയർ ബ്രാൻഡ് വെർഷനായിട്ടുള്ള കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാറ് എല്ലാവരും നിന്ന് ഇപ്പോൾ എങ്ങനെയായിട്ട് എങ്ങനെ, ആൻഡ് യുവർ എക്സിക്യൂഷൻ ലെവൽ ഇസ് സോ ഫാസ്റ്റ്, ഒരു സൂപ്പർ ഫാസ്റ്റ്. ഈ വർത്തമാനത്തിന് രാവിലെ പണിയുടെ ഇടയിലൊക്കെ ആളുടെയൊക്കെ ഇത്തിരിയൊക്കെ നമ്മൾ കയർത്തൊക്കെ സംസാരിച്ചുണ്ടല്ലോ, വൈകിട്ടാകുമ്പോൾ ഞാൻ തീർക്കും. ക്രിസ്തുവിൻ്റെ മോറിൽ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഇത്തിരി കൂടിപ്പോയൊക്കെ ആളെ വിളിക്കും. ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത് കേട്ടോ, ഇതൊക്കെ നമുക്ക് കാര്യം നടക്കണമെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. കാര്യമാക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷം. ഇത്രയും ഗ്രേറ്റ് ആയൊരു വ്യക്തിത്വം സാറ് ഇവിടെ വന്നതിനും. മനുഷ്യരെ ഇഷ്ടപ്പെടണം, മനുഷ്യരോട് ഇഷ്ടം വേണം, അല്ലേ? അതാണ് ലവ് പീപ്പിൾ ലൈക്ക് യുവർ സെൽഫ്. അതുകൊണ്ടല്ലേ അത് എഗെയിൻ ക്രൈസ്റ്റ് ആണല്ലോ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനല്ലേ പറഞ്ഞത്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു. അയൽക്കാരനെന്ന് പറഞ്ഞാൽ ഇത് നീ ഏറ്റവും കൂടുതൽ അടുത്ത് കാണുന്നതല്ല, പക്ഷെ നിൻ്റെ സ്വന്തക്കാരനൊന്നുമല്ല, അയൽക്കാരനാണ്. അവന് നീ നിന്നെ സ്നേഹിക്കുന്ന എനിക്കറിയാം, നീ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നോ അതുപോലെ അവനെ സ്നേഹിക്കുന്നതാണ്. എന്ത് ബ്യൂട്ടിഫുൾ ഇക്വലൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൈബിള് തന്നെ ഒരു എറ്റേണൽ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ഇനിയും പാടുക, പുതിയ പുതിയ പാട്ടുകൾ എഴുതുക. സിനിമയിലല്ലാതെയുള്ള പാട്ടുകൾ വേണം. സിനിമാ പാട്ടുകൾ നമ്മൾ ദുർബലരായിട്ടുള്ള നമ്മൾ വിചാരിച്ചാൽ അതിനെ നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നോക്കാം, അത് ആശ പിടിച്ചിട്ടില്ല. ചില സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് നല്ല പാട്ടുകൾ എഴുതണം, മാറി വരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ ഇപ്പോൾ. കാരണം ഈ പുതിയ പടത്തിലെ പാട്ടുകൾ കേട്ട ആളുകൾക്ക് മതിയായില്ലേ? ആയോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ കേൾക്കാറില്ല അധികം. ഒരു എല്ലാവരും ഒരു ആശ്വാസത്തിന് പോകുന്ന പഴയ പാട്ടുകളിലേക്കാണ് ഇപ്പോഴും എന്നും. അതിലേക്ക് വരും, നമ്മൾ നോക്കാം. സാർ ഞങ്ങൾക്ക് വളരെ വലിയൊരു ഇൻസ്പിറേഷനാണ് സാർ. ഏതൊരു പ്രായത്തിലുള്ള ആളാണെങ്കിലും സാറ്, എനിക്ക് വാക്കുകളില്ല, സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഇൻസ്പിറേഷൻ ഇൻ എവ്രി ആസ്പെക്റ്റ് ഓഫ് ലൈഫ്. ശരിക്കും ആരുമല്ലാത്ത എനിക്കൊരു കട്ട സപ്പോർട്ടാണ് സാർ. സാറ് നേരത്തെ പറഞ്ഞ ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സാർ. സാറിൻ്റെ വളരെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നു, അതിന് വാക്കുകളില്ല നന്ദി പറയാൻ. താങ്ക് യു. സന്തോഷം. ഓക്കെ, താങ്ക് യു.